പെരുമ്പാവൂർ വാഴക്കുളം പാരിയത്തുകാവ് നഗറിൽ നിന്ന് 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടു. സുപ്രീംകോടതി നിയോഗിച്ച അഭിഭാഷക കമ്മീഷണറെ എംഎൽഎയുടെ നേതൃത്വത്തിൽ തടഞ്ഞു. ഇതോടെ കുടിയൊഴിപ്പിക്കൽ നടപടി പൂർത്തിയാക്കാനാകാതെ അഭിഭാഷക കമ്മീഷണറും സംഘവും മടങ്ങി. വർഷങ്ങളായി താമസിച്ചു വരുന്ന തങ്ങളുടെ കിടപ്പാടത്തിൽ നിന്ന് കുടിയൊഴിയാൻ കഴിയില്ലെന്ന നിലപാടിലായിരുന്നു നാട്ടുകാർ. PV ശ്രീനിജൻ MLAയുടെ നേതൃത്വത്തിൽ സ്ഥലത്ത് തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ സുപ്രീംകോടതി വിധി നടപ്പിലാക്കാനെത്തിയ അഭിഭാഷക കമ്മീഷണർക്കെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി. പ്രതിഷേധക്കാരെ തടയാൻ വൻ പോലീസ് സന്നാഹമാണ് സ്ഥലത്തുണ്ടായിരുന്നത്. പാലത്തിനു കുറുകെ കസേരകളിട്ട് നിലയുറപ്പിച്ച പ്രതിഷേധക്കാർ കമ്മീഷണറെ അപ്പുറത്തേക്ക് കടക്കാൻ സമ്മതിച്ചില്ല. ഇദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഓർഡർ നിങ്ങൾക്കുണ്ടോ? അത് നിങ്ങൾ കാണണം. ഇദ്ദേഹത്തിനെ കോടതി അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തതിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കൈമാറിയിട്ടുണ്ടോ? അത് കാണിക്കാണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇദ്ദേഹത്തിനെ വിശ്വസിക്കുന്നത്? അത് കാണിക്കാണ്ട് ഞങ്ങൾക്ക് പോലീസിനെ അതിൽ തടയാൻ പറ്റില്ല. ഭൂമി അളക്കുന്നതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് ആളുകൾക്ക് നൽകിയില്ലെന്നായിരുന്നു നാട്ടുകാരുടെ ആരോപണം. അഭിഭാഷക കമ്മീഷണറെ നിയമിച്ചുകൊണ്ടുള്ള സുപ്രീംകോടതി ഉത്തരവ് കാണിക്കാൻ തയ്യാറായില്ലെന്ന് MLA PV ശ്രീനിജൻ ആരോപിച്ചു. അഡ്വക്കേറ്റ് കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള കോടതിയുടെ ഉത്തരവുണ്ടാകുന്നതാണ് നിയമപരമായിട്ട് നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യം. അദ്ദേഹം അത് കാണിക്കാൻ വിസമ്മതിച്ചു. പക്ഷേ എനിക്ക് വേണം എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊടുത്തോന്ന് എനിക്കറിയില്ല. ഏതായാലും അങ്ങനെ ഒരു ഉത്തരവുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കോപ്പി എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കാണിക്കണമെന്നൊരു ആവശ്യം പറഞ്ഞു. 135 വർഷമായി പ്രദേശത്ത് താമസിച്ചു വരുന്നവരാണ് കോടതി വിധിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. ഇവിടെ നിന്ന് ഇറക്കിവിട്ടാൽ എവിടെ പോകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. കുഞ്ഞുമക്കളെ കൊണ്ട് കാട്ടിൽ കൊളിച്ചിരുന്ന് കഴിഞ്ഞ കാലം ഞങ്ങളുടെ കൊച്ചന്മാരൊക്കെ കഷ്ടപ്പെട്ട്, ഞങ്ങളെല്ലാവരും കഷ്ടപ്പെട്ട് എല്ലാവരും ഈ മണ്ണ് ഞങ്ങൾ ജീവിക്കണത്. ഇന്നിപ്പോൾ അവർക്ക് വിട്ടു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കൂല, കാരണം കൊടുക്കൂല. കാരണം എല്ലാവർക്കും ഇനി എവിടെ ഇറങ്ങണം എന്നുള്ളൊരു ചിന്തയാണ്. എങ്ങോട്ട് പോകും, എല്ലാവരും കൊണ്ട് ഇങ്ങോട്ട് പോകും എന്നുള്ളൊരു വിഷമം. കുടിയൊഴിപ്പിക്കുന്നതിനായുള്ള നടപടികൾ ഒരുക്കിയില്ലെങ്കിൽ RDOക്കെതിരെ കോടതിയലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്ന് അഭിഭാഷക കമ്മീഷണർ അറിയിച്ചു. ന്യൂസ് മലയാളം, കൊച്ചി.